ഹലോ, ഒരുപാട് പേർക്ക് സംശയമുണ്ട് എന്താണ് ഈ എഡക്സ് ലൈഫ് സ്കൂൾ, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, എന്താണ് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ എഡക്സിന്റെ രണ്ട് വേർഡാണ് വരുന്നത്. എഡക്സ് എന്നുള്ളത് ഒന്ന് EDയും EXും ആണ്. ഈ ED എന്നുള്ളത് എന്താണ്, എഡ്യൂക്കേഷനും, EX എന്നുള്ളത് എക്സ്പീരിയൻസും. ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ, അവർ ഗ്രാജുവേറ്റഡ് ആണ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു എംപ്ലോയബിലിറ്റിക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് നോക്കുമ്പോൾ അവരെന്തല്ല അത്രത്തോളം ഒരു ക്യാപ്പബിൾ അല്ല. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും, ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളാക്കാരം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാക്കാരം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? അതിനുള്ള റീസൺ എന്താണെന്നറിയോ? നമ്മൾ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ ഒരു മാസം മുമ്പ് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ 1 വീക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യും. ആ പഠിച്ച സാധനങ്ങൾ ഒരു 3 മണിക്കൂർ പേപ്പറിൽ എഴുതും. അത് കഴിഞ്ഞൊരു നമ്മളൊരു 1 വീക്ക് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ? ഇനി ഞാൻ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ നോക്കാട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ നീന്തൽ പഠിച്ചിട്ട് ഒരു 6-7 മാസം നീന്തിയിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു തപ്പിലുണ്ടാവോ? നീന്തൽ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കൂളായിട്ട് നീന്തൂലേ? അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ബുക്കിൽ പഠിച്ച കാര്യം നമുക്ക് ഓർത്ത് വെക്കാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു നീന്തുന്ന കാര്യം അല്ലെങ്കിൽ സൈക്കിൾ വണ്ടി ഓടിക്കുന്ന കാര്യം നമ്മൾ കുറച്ച് ദിവസം ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള വ്യത്യാസമാണ്, ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാൾ ഡീൽ ചെയ്യണതായിക്കോട്ടെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി, നമ്മൾ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, AI ടൂൾസ് ആയിക്കോട്ടെ, എല്ലാ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് പഠിച്ച് നമുക്ക് എന്തുണ്ടാവും, മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എഡക്സ് ലൈഫ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 90% പ്രാക്ടിക്കലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അതായത് തിയററ്റിക്കൽ ഒരു ടീച്ചർ ഒന്ന് ക്ലാസ് എടുക്കുക, ഡെഫിനേഷൻസ് പറയാം, അതിൻ്റെ മീനിങ് പറയാം, ഒബ്ജക്റ്റീവ്സ് പറയാം, ആ രീതിക്കല്ല. നമ്മളെല്ലാം ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 10% തിയററ്റിക്കലും 90% പ്രാക്ടിക്കലും. പിന്നെ ഇതിൽ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് കൺസിസ്റ്റൻസി വേണം. ഈ കൺസിസ്റ്റൻസി മാത്രം പോരാ, നമുക്കൊരു സിസ്റ്റം വേണം, സ്ട്രക്ചറും വേണം. ഈ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ സക്സസ്ഫുൾ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ഞാൻ December 4 തുടങ്ങി കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസം വീഡിയോ ഇട്ടു. എനിക്കിപ്പോൾ 1 ലാഖിൻ്റെ മുകളിൽ ഫോളോവേഴ്സ് ആയി. ഇതിലുള്ള മാജിക്കും മിറാക്കിൾ എന്നല്ല, കൺസിസ്റ്റൻസിയാണ് മാറ്റേഴ്സ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. ഈ ഒരു എന്താ പറയുക, ഇതിനൊരു തിയറി ഉണ്ട്, ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ട് 1% ബെറ്റർ എവറി ഡേ എന്നുള്ളതാണ്. അതായത് 100 ഡേയ്സ് നമ്മൾ 1% ബെറ്റർ ആയാണ്, 100ാമത്തെ ദിവസങ്ങൾ എത്ര % ബെറ്റർ ആയിട്ടുണ്ടാവും, 100% ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പം നമ്മളെ കോഴ്സും ഇതിൻ്റെ ബേസിൽ 3 മാസം 2 മാസം എന്നുള്ളത് 100 ഡേയ്സ് ആണ്. ഈ 100 ഡേയ്സ് നമുക്ക് എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതായത് ഗെയിമുകൾ ഉണ്ടാവും, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിലൂടെ നമ്മൾ പഠിക്കണത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 ദിവസം കഴിയുമ്പോൾ 10%, 20 ദിവസം കഴിയുമ്പോൾ 20%, അങ്ങനെ 100 ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രശ്നം വെച്ചെങ്കിൽ പ്രോക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ലേസിനെസ് ഒക്കെ ഉണ്ടാവും. അതായത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ബ്രേക്ക് ആവും. നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? രണ്ടാമത്തെ നമ്മൾ 100 ഡേയ്സ് കോഴ്സ് എന്നുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ, ഞങ്ങളൊരു 14 എസെൻഷ്യൽ സ്കിൽസ്, ഈ സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫെയിൽ ആവില്ല. അതായത് ഫോബ്സിൻ്റെയും ബാക്കിയുള്ള ഒരുപാട് ഫേമസ് ആളുകൾ പറഞ്ഞ ഒരു 14 സ്കിൽസാണ് നമ്മൾ എന്തുള്ളത് ഈ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. അതും ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെ. ഞാനൊന്ന് വായിച്ചു തരാം കേട്ടോ. അതിൽ ഒന്നാമത്തെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. എങ്ങനെ ഒരാളോട് സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റിട്ടേൺ കാര്യങ്ങൾ എഴുതണം. ഈ നോൺ വെർബലും വെർബലായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫ്ലുവൻ്റ് ആക്കി തരുന്ന രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഈ 100 ദിവസം കൊണ്ട് നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് തരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഫസ്റ്റ് ദിവസം ഇപ്പോൾ ഇംഗ്ലീഷ് ഒന്നും വരാത്ത ഒരാൾ വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ABCD കൊടുക്കുകയുള്ളൂ. ഒന്നാമത്തെ ABCD പഠിച്ചാൽ മതി. നമുക്ക് 99 ദിവസം ബാക്കി കിടക്കുകയാണ്. രണ്ടാമത്തെ നമ്പേഴ്സ്. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് പോകുന്ന രീതിക്കാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ. ഇപ്പം നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഈ ഇമോഷണൽ പ്രശ്നമായിട്ട് ആളുകൾ ഇമോഷണലി സ്ട്രെസ് ആകുമ്പോൾ. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പ്രയോറിറ്റി മാനേജ്മെൻറ്റ്. അതായത് ടൈം നമുക്ക് നമ്മൾ 24 മണിക്കൂറാണെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, ഇതൊരു സ്കില്ലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തിങ്ക് ചെയ്തെങ്ങാണ്ട് എങ്ങനെ തിങ്ക് ചെയ്യണം, ആ രീതിക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് പേഴ്സണൽ ബ്രാൻഡിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലൊക്കെ നെറ്റ്വർക്കിങ്ങും പേഴ്സണൽ ബ്രാൻഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡക്സിൽ വരുന്ന കുട്ടികൾ പേഴ്സണൽ ബ്രാൻഡിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ളൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ആ രീതിക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്താണ് ഡിജിറ്റൽ ലിറ്ററസി. ഒരു ഗൂഗിൾ ഫോമോ ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള AI ടൂൾസ്, ChatGPT, Gemini, ഇതൊക്കെ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം,
മനസ്സിലായില്ല, ഒരു ക്യാൻവയിൽ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഈ രീതിയിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ എങ്ങനെ നല്ല രീതിക്ക് സൊല്യൂഷൻ കാണാന്നുള്ളത്. പിന്നെ അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ്, പിന്നെ കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക്, ഒരു ടീമിനെ എങ്ങനെ ലീഡ് ചെയ്യണം, ഒരു ടീമിൽ എങ്ങനെ പ്ലെയർ ആവണം, ഇതിനെക്കുറിച്ചുള്ള ആക്ടിവിറ്റീസ് ആണ്. ഞാൻ ഈ പറഞ്ഞ സ്കിൽസുകളൊക്കെ നിങ്ങൾ ആക്ടിവിറ്റിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് ഇൻഫ്ലുവൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ, പിന്നെ അതുപോലെ നെഗോഷിയേറ്റ് ആൻഡ് പെർsuasion ആൻഡ് ലൈഫ് ലോൺ ലേണിംഗ്, ഇതുപോലത്തെ ഓരോ ഇതൊക്കെ ഓരോ സ്കിൽസുകളാണ്. ലൈഫ് ലോൺ ലേണിംഗ് ഇപ്പം നിങ്ങൾ ആലോചിച്ചോക്കെ, ഞാൻ ഈ ലൈഫ് ലോൺ ലേണിങ്ങിൻ്റെ കേസ് പറഞ്ഞു കേട്ടോ. ഇപ്പം നിങ്ങളെ മാർക്കറ്റിൽ നിങ്ങളൊരു അങ്ങാടിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് MBA പഠിച്ചാണോ അല്ലെങ്കിൽ BBA പഠിച്ചാണോ? അല്ല, അവർ ചിലപ്പോൾ 8ാം ക്ലാസ്സും അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കുസ്തിയാക്കാരും, പക്ഷെ അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ ക്വാളിറ്റി എന്താ പറയുക, അവർക്ക് സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഈ സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി എന്നൊരു സ്കില്ലാണ്. സെൽഫ് ലേണിംഗ് എന്നൊരു സ്കില്ല. ഈ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അതൊക്കെ അവിടുത്തെ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇനി അടുത്തൊരു കാര്യം, 14 സ്കിൽസിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടി തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 14 എക്സ്പേർട്ട് ടോക്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ വരാണെങ്കിൽ നമ്മളയാളും നന്നായിട്ട് വിഷയമുള്ള, നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തോടെ നമുക്ക് വഴി പറഞ്ഞു തരുമ്പോൾ ആ വഴി തെറ്റാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമുക്ക് എക്സ്പേർട്സ് ആയിട്ട് വരുന്നത്, ഒരു ഡോക്ടർ വന്നിട്ട് നമ്മളെ ബോഡിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞുതരും. ഒരു മാർക്കറ്റിംഗ് മാനേജർ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. ഒരു അഡ്വക്കേറ്റ് വന്നുകൊണ്ട് എങ്ങനെ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ കേസ് വരുമ്പോൾ എങ്ങനെ ഒരു കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ട്രേഡിങ്ങിന് ആൾ നിങ്ങളുടെ എങ്ങനെ ട്രേഡിങ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള സംഭവം ഉണ്ടാവില്ല. ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഓണ്ടർപ്രണർ എന്നും കണ്ടില്ല, ഒരു വുമൺ ഓണ്ടർപ്രണർ എന്നും കണ്ട് അവർ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എന്താണ് അവർ എക്സ്പേർട്ട് ടോക്സിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അത്രയും ഇൻസൈറ്റ്സും നെറ്റ്വർക്കും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. എല്ലാ വീക്സിലും 14 വീക്സാണ് നമ്മൾ വരുന്നത്. 14 വീക്സിലും ഒരു എക്സ്പെർട്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മൈൻഡ് നമ്മളെ കൺട്രോൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ 14 സ്ട്രാറ്റജിക്കൽ ഗെയിംസ് ഉണ്ടാവും. ഗെയിമുകൾ പക്ക ഓപ്ഷന്, അതുപോലത്തെ സ്ട്രാറ്റജിക്കൽ ഗെയിംസ് ഉണ്ടാവും. കുറച്ച് ബുദ്ധി വെച്ചിട്ട് ടീമായിട്ട് കളിക്കേണ്ട ഗെയിംസുകൾ, ആ രീതിയിലുള്ള ഗെയിംസ് നിങ്ങൾക്ക് എല്ലാ വീക്കിലും ഉണ്ടാവും. ആ ഗെയിംസ് മാത്രമല്ല, അന്ന് കൾച്ചറൽസ്, ഡാൻസ്, പാട്ട് പരിപാടിക്ക് എല്ലാ മൺഡേ നമ്മൾ എന്താ കാര്യം ഈ കൾച്ചറൽ ഇവൻറ്റ്സ് ആക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ 14 റിയൽ ലൈഫ് പ്രൊജക്ട്സ് ഉണ്ടാവും. ഈ റിയൽ ലൈഫ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഓരോ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ചെറിയ വെജിറ്റബിൾ ഷോപ്പാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റീറ്റെയിൽ ഷോപ്പാണ്. അവിടെ നടക്കുന്ന സെല്ല് ചെയ്യുന്ന വെജിറ്റബിൾസാണ്. ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്, ഒരു ഓപ്പറേഷനും ഫിനാൻസും HR-ഉം മാർക്കറ്റിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ലേ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാം. ഈ രീതിക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാ വീക്കിലും ഓരോ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 14 വീക്സും നിങ്ങൾ 14 ബിസിനസ്സുകൾ നിങ്ങൾ ഡേ ടു ഡേ മീറ്റ് ചെയ്യേണ്ട ബിസിനസ്സിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടും. പിന്നെ അടുത്തൊന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ അറിയോ, ഞങ്ങളവിടെ എക്സാംസ് ഇല്ല. ഈ എക്സാംസിൽ എന്താ നോക്കുക, എക്സാംസിൽ തന്നെ മാർക്ക് കിട്ടാനുള്ള ക്വാളിറ്റി എന്താ, ആ കുട്ടിക്ക് നന്നായി മെമ്മറി ഉള്ള ഒരാൾ തലേദിവസം വായിച്ച് വെച്ച കാര്യം നന്നായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഈ മെമ്മറി വേണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. പക്ഷേ റിയൽ ലൈഫിൽ വേണ്ട, നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ആൻസർ ചെയ്യുന്നതാണ് പറയാം. ഒരിക്കലല്ല, നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ കണ്ട് സോൾവ് ചെയ്യാൻ ആ രീതിക്കുള്ള സ്കില്ലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ എക്സാംസ് ഇല്ല, മനസ്സിലായി. പക്ഷെ സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണം, സർട്ടിഫിക്കറ്റ് കിട്ടിയാലും ജോലി കിട്ടുള്ളൂ എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ചമായി MBA കഴിഞ്ഞ ആൾ, MCA കഴിഞ്ഞ ആൾ, MTech കഴിഞ്ഞ ആൾ, MSc കഴിഞ്ഞ ആൾക്ക് ജോലി ഇല്ല, അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? നിങ്ങൾ ആലോചിച്ചോ, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടോ? സ്കില്ലാണ് മാറ്റേഴ്സ്. നമ്മൾ വരിക സ്കില്ല് ഉണ്ടാക്കുക. പക്ഷെ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഇല്ലാന്നല്ല പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇത്രയും കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കാര്യം പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് അഷുറൻസ് ഞങ്ങൾ തരികയാണ്, ജോലി കിട്ടും എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ജോലിയല്ല ഒരു ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ പോകണമെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ ബിസിനസ് സ്റ്റാർട്ടിങ്ങും, അതായത് എക്സിക്യൂഷൻ, ഐഡിയ ടു എക്സിക്യൂഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഡെക്സിൻ്റെ ടീമായിട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അത് ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് നമ്മൾ ടീമായിട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 100 ദിവസം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു, പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഫീസ് ഞങ്ങൾ എന്ത് ചെയ്യും, തിരിച്ചു തരും. ഇത് ഞങ്ങൾ എഗ്രിമെൻ്റ് ചെയ്ത് തരാം. കാരണം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഗെയിമിലൂടെ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഇനി സെക്കൻഡിന് അടുത്തൊരു കൺസേൺ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ള എലിജിബിലിറ്റി ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ജസ്റ്റ് 20 വയസ്സ് കഴിയുന്ന ഒരാളാവണം. കാരണം ലൈഫിൽ കുറച്ചുകൂടി ഒരു ഗ്രോത്ത് വേണം, നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവണം, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹമുള്ള ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 20 വയസ്സ് കഴിഞ്ഞ ശേഷം. കാരണം അവരന്ന് റിയലൈസ് ചെയ്യും, ഞാൻ ഒരുപാട് സ്കൂളിൽ പോയി, കോളേജ് പോയി, അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്കതുകൊണ്ട് കാര്യമില്ല, ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് കറങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജ് ചെയ്യണം. മിനിമം 20 വയസ്സ് കഴിഞ്ഞവർക്കാണെന്നുള്ളത് നമുക്ക് അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വെറും 40 സീറ്റുള്ള ഒരു ബാച്ചിൽ, 40 സീറ്റിൽ 20 ബോയ്സിനും 20 ഗേൾസിനും റിസർവ്ഡ് ആണ്. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് ചെർപ്പുളശ്ശേരിയാണ്. ഈ ചെർപ്പുളശ്ശേരി എന്നുള്ള പാലക്കാട് ജില്ലയിലുള്ള ഒരു ടൗണാണ്. ഈ ടൗണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഒറ്റപ്പാലം, ഷൊർണൂർ,
പട്ടാമ്പി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൗണിലൊക്കെ സെൻട്രലായിട്ട് വരുന്ന. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഷൊർണൂർ ഇറങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂറോടെ എന്ത് ചെയ്യാം നമ്മളെ ഇവിടുത്തെ. ഈ കാസർഗോഡ് കണ്ണൂർ, കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ പട്ടാമ്പി ഇറങ്ങുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചെറുപ്പശ്ശേരിക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി പാലക്കാട് നിന്നാണെങ്കിൽ ഒറ്റപ്പാലത്ത് ഇറങ്ങിയാലും അതുപോലെ പെരുന്തൽമണ്ണയാണെങ്കിൽ ബസ്സിലൊക്കെ എത്താൻ പറ്റും. അരമണിക്കൂർ നമ്മൾ ടൗണിൽ റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചെങ്കിൽ കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനും, അതായത് ഞാൻ നിങ്ങളുടെ ലൈഫിൽ വെറും 100 ദിവസം ചോദിക്കുന്നത്, ഈ 100 ദിവസങ്ങളിൽ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ടല്ലോ, എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇവിടെ നിങ്ങൾ റൂം എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് വളരെ കുറവാണ്. കൊച്ചിയും കോഴിക്കോടും കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഫുഡിനും ബാക്കിയുള്ള താമസത്തിനൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് 100% നിങ്ങളുടെ ലൈഫ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ജീവിതം ഒരിക്കലും ജനിച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് ടൈം ട്രാവൽ ചെയ്തിട്ട് ബാക്ക് പോയിട്ട് വീണ്ടും ജനിച്ചു വരാനൊന്നും പറ്റില്ല. നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താ അറിയോ, നമ്മളുടെ റീഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ തോട്ടുകളും നമ്മളെ ചിന്താഗതികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്തിലേക്ക് റീഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ റീഫോക്കസ് ചെയ്യണത് നിങ്ങളുടെ ഫിസിക്കലി, അതായത് നിങ്ങളുടെ ബോഡി നന്നാക്കാനുള്ള കാര്യങ്ങൾ, മെൻ്റലി നിങ്ങളുടെ മൈൻഡ് ക്ലിയർ, ഗ്രോത്ത് മൈൻഡ് സെറ്റിക്കുള്ള കാര്യങ്ങൾ, ഇൻ്റലക്ച്വലി നിങ്ങളുടെ നോളേജ് കൂട്ടാൻ, പിന്നെ ഇമോഷണലി, സ്പിരിച്വലി ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കലി വെച്ചെങ്കിൽ നിങ്ങൾ 100 ദിവസം നിങ്ങൾ ഫിസിക്കലി എക്സസൈസ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഈ ഫീസിൽ ജിമ്മ് ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നത് 100 ദിവസം നിങ്ങൾക്ക് സൺഡേ അല്ലാത്ത എല്ലാ ദിവസവും നിങ്ങൾ ജിമ്മിൽ ഒരു വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ സിലബസിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നല്ലൊരു ബോഡി, നല്ലൊരു ആരോഗ്യമുള്ളവരൊക്കെ എന്ത് പറ്റും, നല്ല ചിന്തിക്കാൻ വേണ്ടി പറ്റും. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിലീഫായിട്ട് പോകും. പിന്നെ ഞങ്ങൾ സ്പിരിച്വലി എന്ന് പറയുന്നുണ്ട്, മതത്തിൽ വിശ്വസിക്കണം. ഇപ്പോൾ മുസ്ലിം മതം ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അല്ലെങ്കിൽ ഏത്തിസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ പള്ളി പോകാൻ വേണ്ടി പറയും, ഹിന്ദുസ് ആണെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി പറയും, ചെയ്യണം. അതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഒരു ക്രൈറ്റീരിയ പോലെ. പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളി പോകണം. ഇപ്പോൾ ഒരാൾ പറയാൻ എനിക്ക് മതത്തിൽ വിശ്വാസമില്ല, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിറ്റേഷനോ യോഗ ഈ രീതിക്കുള്ള ഒരു സെൽഫ് ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആവണം. അപ്പോൾ ഇത് സ്പിരിച്വലി ഇതൊക്കെ എല്ലാം നിങ്ങൾ ഒരു ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എഡെക്സ് ലൈഫ് സ്കൂളിൽ നിന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ ഇതിട്ടാൽ മതി. പിന്നെ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 50,000 എന്നുള്ളത് 50,000 രൂപയാണ്. ഈ 50,000 രൂപ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂസീവ് ആണ്. അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഫീസ്, എക്സ്പെർട്ട് ടോക്സിൻ്റെ ഫീസ്, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനുള്ളത്, പിന്നെ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക ഈ 14 എക്സ്പേർട്സിനായിട്ടുള്ള മീറ്റ് ചെയ്യാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ, ജിമ്മിൻ്റെ മെമ്പർഷിപ്പ്, അങ്ങനത്തെ ഒരുപാട് നിങ്ങളുടെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിയുള്ളതാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഔട്ട്ഡേറ്റഡ് സിലബസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 3 മാസത്തെ ഒരു 6 മാസത്തെ കോഴ്സിന് എത്രയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് കൂടെ അന്വേഷിച്ച് നോക്കുക. അവിടെ അവർ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അഷുറൻസ് തരുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഇനി സ്കിൽ ഇമ്പ്രൂവൽ ഫീസ് തിരിച്ചു തരുന്നുണ്ടോ? അവിടെ നിങ്ങൾക്ക് 60,000, 80,000, 90,000 ഒക്കെ ഫീസ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇവിടെ കൊടുക്കണം എന്താ വെച്ചാൽ അഷ്യൂർഡ് പ്ലേസ്മെൻറ്റും സ്കില്ല് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഫീസിൻ്റെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫീസ് നിങ്ങൾക്ക് 100% റിട്ടേൺ ആക്കി, 100 അല്ല 1000% റിട്ടേൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഇട്ട കാശ് എന്ന് തിരിച്ച് കിട്ടുന്നുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഈ കാശ് നിങ്ങൾക്ക് ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തിരിച്ച് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. മനസ്സിലായി? ഇതൊക്കെയാണ് എഡെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ മെയ് മാസമാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പേഴ്സും ബാക്കി ഡീറ്റെയിൽസും കൊടുക്കുക, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഇന്നോവേഷൻ ആട്ടോ, ഞാൻ അവിടെയും പറഞ്ഞുതരാം. ഇതൊരു ഇന്നോവേഷനാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും ഒരുപാട് കംപ്ലയിൻസും ബ്ലെയിമിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ചേഞ്ച് വേണ്ടേ? നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ഗ്രോത്ത് ഉണ്ട്. ഞാൻ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.